അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ فطرة الله التي فطر الناس عليها لا تبديل لخلق الله ذلك الدين القيم ولكن أكثر الناس لا يعلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യനായ അധ്യക്ഷൻ, ആദരണീയരായ രക്ഷിതാക്കളെ, സ്നേഹസമ്പന്നരായ സഹോദരങ്ങളെ, ഒട്ടനവധി സംഘടനകളും പാർട്ടികളും പ്രത്യയശാസ്ത്രങ്ങളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ നാടിൻ്റെ സാഹചര്യത്തിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന സംഘടന ഈ സായം സന്ധ്യയിൽ ഇത്തരം ഒരു പരിപാടി ഇവിടെ എന്തിനു സംഘടിപ്പിച്ചു എന്ന് സംശയിക്കുന്നവരുണ്ടാകാം. ഒരു വിശദീകരണം ആവശ്യമില്ലാത്ത വിധം നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ തിന്മകളും അധാർമികതകളും അക്രമങ്ങളും ജീർണതകളും പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് എന്ന് നമുക്കറിയാം. മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന പ്രവർത്തനങ്ങളെ മൃഗീയത എന്ന് വിശേഷിപ്പിച്ചാൽ മൃഗങ്ങൾ പോലും പ്രതിഷേധിക്കുന്ന വിധത്തിലുള്ള അക്രമങ്ങൾക്ക്, അസാൻമാർഗികതകൾക്ക് മനുഷ്യർ സന്നദ്ധമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തുണ്ട് പരിഹാരം, എങ്ങനെ നാടിനെ നന്നാക്കിയെടുക്കാം, മനുഷ്യരെ എങ്ങനെ സംസ്കരിച്ചെടുക്കാം എന്ന ചോദ്യം മുഴുവൻ കോണുകളിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്നതായി നമുക്കറിയാം. മനുഷ്യൻ എങ്ങനെ നന്നാകണം, എങ്ങനെ നന്നാക്കാം എന്ന ചോദ്യത്തിന് ഉത്തരം നൽകണമെങ്കിൽ ആരാണ് മനുഷ്യൻ, എന്താണ് മനുഷ്യൻ, എവിടുന്നാണ് മനുഷ്യൻ, എങ്ങോട്ടാണ് അവൻ്റെ യാത്ര എന്നത് കൃത്യമായി അറിയലും പഠിക്കലും മനസ്സിലാക്കലും അനിവാര്യമാണ്. മൃഗങ്ങളെപ്പോലെ കാണുന്നതൊക്കെ തിന്നും കുടിച്ചും സുഖിച്ചും രമിച്ചും ഭുജിച്ചും ഭോഗിച്ചും മുന്നോട്ട് നീങ്ങേണ്ടുന്ന ഒരു ജീവിതമാണ് മനുഷ്യൻ്റെതെങ്കിൽ അവനെ മനുഷ്യനെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. മനുഷ്യനെന്ന പേര് നമുക്ക് കിട്ടാൻ കാരണം നമുക്കറിയാം, മനനം ചെയ്യാൻ കഴിവുള്ളവനാണ് എന്നതുകൊണ്ടാണ്. ചിന്തിച്ച് പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ഞാൻ ആരാണ്, ഞാൻ എന്താണ്, എൻ്റെ ജീവിതം എന്തിനു വേണ്ടിയാണ് എന്ന തിരിച്ചറിവുണ്ടാകുമ്പോൾ മാത്രമാണ് മനുഷ്യൻ മനുഷ്യനായിത്തീരുന്നത്. അതുകൊണ്ട് തന്നെ ആത്യന്തികമായി മനുഷ്യനെ സംസ്കരിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനുള്ള ഉപാധിയായി ലോകത്തേക്ക് കടന്നു വന്ന സകല പ്രവാചകന്മാരും മഹാത്മാക്കളും പഠിപ്പിച്ചിട്ടുള്ള യാഥാർത്ഥ്യം മനുഷ്യൻ്റെ മനസ്സിനെ സംസ്കരിക്കുക എന്നതാണ്, വിശ്വാസത്തെ സംസ്കരിക്കുക എന്നതാണ്. കാരണം നമ്മളാരും ധരിക്കുന്ന വസ്ത്രമോ കഴിക്കുന്ന ഭക്ഷണമോ അല്ല നമ്മുടെ വ്യക്തിത്വത്തെ തീരുമാനിക്കുന്നത്, മറിച്ച് നമ്മുടെ മനസ്സാണ്. അതുകൊണ്ട് ആ മനസ്സിനെ സംസ്കരിക്കാൻ, മനസ്സിനെ നന്നാക്കാൻ സാധ്യമാകുന്ന ഒരാശയത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള പരിഹാരം തേടുന്നതിൽ മാത്രമേ അർത്ഥമുള്ളൂ. എന്താണ് മനുഷ്യ മനസ്സിനെ സംസ്കരിക്കാൻ സാധ്യമാകുന്ന ആശയമെന്നത്? അത് കാലപ്പഴക്കമില്ലാത്ത ഒരാശയമാണ്. ഈ പ്രപഞ്ചത്തോളം പഴക്കമുള്ള ഒരാശയമാണ്. ഏറ്റവും അടിസ്ഥാനപരമായി നമുക്കറിയാം, മനുഷ്യനെ അവൻ്റെ കർമ്മങ്ങളെ, പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് വിശ്വാസമാണ്. ഞാൻ പരത്തി പറയേണ്ടൊന്നും ആവശ്യമില്ല. മനസ്സിലൊരു വിശ്വാസം കടന്നുകൂടിയാൽ ആ വിശ്വാസം അനുസരിച്ചാണ് മനുഷ്യൻ പ്രവർത്തിക്കുക. അപ്പോൾ എന്തിൽ വിശ്വസിക്കണം, ഏതിൽ വിശ്വസിക്കണം എന്ന ചോദ്യം ഏറെ പ്രസക്തമാണ്. വിശ്വാസമാണ് മനുഷ്യൻ്റെ കർമ്മങ്ങളുടെ അടിസ്ഥാനം എന്നതുകൊണ്ട് മനുഷ്യനെ രക്ഷപ്പെടുത്തുന്ന, മനുഷ്യനെ സംസ്കരിക്കുന്ന, മനുഷ്യനെ സകല മാലിന്യങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കുന്ന ഒരു വിശ്വാസം കൊണ്ട് മാത്രമേ മനുഷ്യനെ നന്നാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ. അവിടെയാണ് മതം മനുഷ്യൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. പക്ഷേ മതമെന്ന പേരിൽ സമൂഹത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പലരും പരസ്പരമുള്ള വർഗീയതയ്ക്ക് വേണ്ടി, വിഭാഗീയതയ്ക്ക് വേണ്ടി, തമ്മിൽ തല്ലുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായി മതം തെറ്റിദ്ധരിക്കപ്പെടുന്നു. അവിടെയാണ് ഞങ്ങൾക്ക് ചിന്തിക്കുന്ന ആളുകളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്താണ് മതത്തിൻ്റെ അടിസ്ഥാനം? നമുക്കറിയാം, ദൈവവിശ്വാസമാണ്. ആരാണ് ദൈവം, എന്താണ് ദൈവം, ആർക്കാണ് ദൈവമായി തീരാൻ അർഹതയുള്ളത്? അത് മനുഷ്യൻ മനസ്സിലാക്കൽ അനിവാര്യമാണ്. ലോകത്തേക്ക് കടന്നു വന്ന മഹാരഥന്മാരായ പ്രവാചകന്മാർ, അവർ കടന്നു വന്ന കാലങ്ങൾ വ്യത്യസ്തമായിരുന്നെങ്കിലും സകല മനുഷ്യരെയും സംസ്കരിക്കാൻ ഉപയോഗിച്ചത് ഒരേ ഒരാശയമാണ്.
ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സൃഷ്ടാവും സംവിധായകനും നിയന്താവുമായ ഏകനായ ഒരു ദൈവമുണ്ട്. പ്രപഞ്ചത്തിന്റെ മുഴുവൻ തന്നെ നിയന്താവായ ഏകനായ ഒരു ശക്തിയുണ്ട്. അത് സകലരും അംഗീകരിക്കുന്ന കാര്യമാണ്. പക്ഷേ ആ ഏകനായ ശക്തിയെ മനസ്സിലാക്കുന്നിടത്താണ് മനുഷ്യൻ പലപ്പോഴും വഴിതെറ്റിപ്പോയിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ ദൈവത്തിൻ്റെ പേരിൽ മനുഷ്യൻ കലഹിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ദൈവത്തിൻ്റെ പേരിൽ ജന്മസ്ഥലങ്ങളുടെ പേരിൽ മനുഷ്യൻ പരസ്പരം ഭിന്നതയിലായിക്കൊണ്ടിരിക്കുന്നത്. ആ ദൈവത്തിൻ്റെ പേരിൽ ലോകത്ത് മനുഷ്യർക്കിടയിൽ വിഭാഗീയതയും ചൂഷണങ്ങളും തട്ടിപ്പുകളും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മഹാരഥന്മാരായ പ്രവാചകന്മാർ ലോകത്തേക്ക് വന്നുകൊണ്ട് പഠിപ്പിച്ച, ആത്മീയാചാര്യന്മാർ കടന്നു വന്നുകൊണ്ട് ലോകത്തേക്ക് വന്നുകൊണ്ട് പഠിപ്പിച്ച കൃത്യമായ ഒരു ഏക ദൈവ സിദ്ധാന്തമുണ്ട്. അത് നേർക്ക് നേരെ ചിന്തിക്കുന്ന ഏതു മനുഷ്യനും ഉൾക്കൊള്ളാൻ സാധ്യമാകുന്ന ഒരു യാഥാർത്ഥ്യമാണ്. മഹാനായ ആദിമ പ്രവാചകൻ ആദം അലൈഹിസ്സലാം മുതൽ തുടങ്ങി ലോകത്തേക്ക് നിയുക്തരായ പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ കണ്ണി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചതും ഒരേ ആശയം തന്നെയാണ്. അതൊരു പുതിയ ആശയമല്ല. സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കുക, നമ്മുടെ ജീവിതത്തിൽ ഏതൊരു പ്രവർത്തനത്തിൻ്റെ പിന്നിലും ഒരു ലക്ഷ്യമുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളോട് എന്തിനിവിടെ ഇരിക്കുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്. നരിക്കുനി ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന ഒരാൾ വണ്ടി കയറാൻ പോകുമ്പോൾ, ബസ്സിൽ കയറുമ്പോൾ എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചാൽ അയാൾക്കൊരു ലക്ഷ്യമുണ്ട്. പാടത്തേക്ക് തൂമ്പയും എടുത്തു പോകുന്ന ഒരു കർഷകന് അയാളുടെ യാത്രക്ക് പിന്നിൽ ലക്ഷ്യമുണ്ട്. വിദ്യാലയത്തിലേക്ക് പോകുന്ന വിദ്യാർത്ഥിയായ അവൻ്റെ യാത്രക്ക് പിന്നിൽ ലക്ഷ്യമുണ്ട്. ലക്ഷ്യമില്ലാതെ ഇവിടെ ഒരാളും ഒന്നും ചെയ്യുന്നില്ല. എങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ഈ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്? ആ ഇലക്ട്രിക് ലൈനിൽ തട്ടി ഷോക്കേറ്റ് താഴോട്ട് വീണ് പിടഞ്ഞ് ചാവുന്ന ഒരു കാക്കയെപ്പോലെ ഒരു നിമിഷത്തിലെ മരണത്തോടുകൂടി തീർന്നു പോകുന്നതാണോ ജീവിതം? എങ്കിൽ ഈ ജീവിതത്തിൽ നമ്മൾ നല്ലവരാകേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? ധർമ്മനിഷ്ഠമായ ജീവിതം നയിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? അപ്പോൾ ചില ചോദ്യങ്ങൾ, ചില ചിന്തകൾ നമുക്ക് അനിവാര്യമാണ്. ആരാണ് മനുഷ്യൻ? എന്താണ് മനുഷ്യൻ? ആരാണ് ദൈവം? എന്താണ് ജീവിതം എന്നുള്ളത്? ഇല്ലായ്മയിൽ നിന്നാണ് ഞാനും നിങ്ങളുമൊക്കെ ഈ പ്രപഞ്ചത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. വേദഗ്രന്ഥങ്ങളുടെ അവസാനത്തെ പതിപ്പായ വിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ മുന്നിൽ ഉയർത്തുന്നു ആ ചോദ്യം. അള്ളാഹു ചോദിക്കുന്നു മനുഷ്യനോട്, മനുഷ്യ, നിന്റെ ജീവിതത്തിൽ പറയപ്പെടാവുന്ന യാതൊന്നുമല്ലാത്തൊരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടില്ലേ? എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ നമ്മൾ ഇല്ലാത്ത ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇന്ന് നമ്മളുണ്ട്, നമുക്ക് പേരുണ്ട്, മേൽവിലാസമുണ്ട്, വ്യക്തിത്വമുണ്ട്, തറവാടുണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട്, തൊഴിലുണ്ട്, കുടുംബമുണ്ട്, വീടുണ്ട്, എല്ലാമുണ്ട്. ഇല്ലായ്മയിൽ നിന്നാണ് നമ്മൾ കടന്നു വന്നത്. നമ്മൾ വരുന്നതിന് മുമ്പ് ഈ ഭൂമി ഉണ്ടായിരുന്നു. നമ്മൾ വരുന്നതിന് മുമ്പ് ഇവിടെ സൂര്യൻ ഉണ്ടായിരുന്നു. നമ്മൾ വരുന്നതിന് മുമ്പ് ഇവിടെ താരാപഥത്തിലെ നക്ഷത്രങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ വരുന്നതിന് മുമ്പ് ഇവിടെ കാട്ടാറുകളും കാട്ടരുവികളും പറവകളും പക്ഷിമൃഗാദികളും ഉണ്ടായിരുന്നു. നമ്മൾ വരുന്നതിന് മുമ്പേ ഈ സുന്ദരമായ പ്രപഞ്ചം ഇവിടെ സംവിധാനിക്കപ്പെട്ടിരുന്നു. ആരാണ് ഇതിനെ മുഴുവൻ സൃഷ്ടിച്ച് സംവിധാനിച്ചിട്ടുള്ളത്? അത് ചിന്തിക്കാനാണ് വേദഗ്രന്ഥങ്ങളുടെ അവസാനത്തെ പതിപ്പായ വിശുദ്ധ ഖുർആൻ മനുഷ്യനോട് ആവശ്യപ്പെടുന്നത്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൽ ലിഉലിൽ അൽബാബ്. തീർച്ചയായും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാവും പകലും മാറി മാറി സംഭവിച്ചു കൊണ്ടിരിക്കുന്നതിലും ബുദ്ധി ഉപയോഗിക്കുന്ന ആളുകൾക്ക് ചില ദൃഷ്ടാന്തങ്ങളുണ്ട്. സൂര്യന്റെയും ചന്ദ്രന്റെയും പ്രയാണങ്ങളിൽ, രാവും പകലും സംഭവിക്കുന്നതിൽ, ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളിൽ ബുദ്ധി ഉപയോഗിക്കുന്ന മനുഷ്യർക്ക് പാഠമുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ ലോകത്തിന്റെ സൃഷ്ടാവ് പരിചയപ്പെടുത്തുകയാണ്. ആ ഏകനായ നാഥൻ പഠിപ്പിക്കുന്നു, ഹുവല്ലദീ ജഅല ശംസ ളിയാ വൽ ഖമറ നൂറാ. സൂര്യനെ പ്രകാശിക്കുന്നതാക്കി മാറ്റിയതും അതേപോലെ തന്നെ ചന്ദ്രനെ പ്രകാശമാനമാക്കി മാറ്റിയതും വഖദ്ദറഹു മനാസില ലിതഅലമു അദദ സിനീന വൽ ഹിസാബ്. നിങ്ങൾ വർഷത്തിന്റെ കണക്കും എണ്ണവും പഠിക്കുന്നതിന് വേണ്ടി ആ സൂര്യചന്ദ്രന്മാർക്ക് പ്രത്യേകമായ കാലഗണനകൾ നിശ്ചയിച്ചു കൊടുത്തതും അവനാണ്. മാ ഖലഖല്ലാഹു ദാലിക ഇല്ലാ ബിൽ ഹഖ്. കൃത്യമായൊരു ലക്ഷ്യത്തോടു കൂടിയല്ലാതെ അവയെ ഒന്നിനെയും തന്നെ പ്രപഞ്ചനാഥൻ സൃഷ്ടിച്ചിട്ടില്ല എന്നതാണ്. ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ വസ്തുക്കളും നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് അവയുടെ നിലനിൽപ്പിനു പിന്നിൽ ഒരു ശക്തിയുണ്ട് എന്ന യാഥാർത്ഥ്യമാണ്. ആരാണ് ആ ശക്തി എന്ന് മനസ്സിലാക്കാൻ വിശുദ്ധ ഖുർആൻ നൂറുകണക്കിന് വരുന്ന വചനങ്ങളിലൂടെ മനുഷ്യനോട് ആവശ്യപ്പെടുകയാണ് അവനെ മനസ്സിലാക്കാൻ. വഹുവല്ലദീ മദ്ദൽ അർള വജഅല ഫീഹാ റവാസിയ വഅൻഹാറ വമിൻ കുല്ലി സമറാത്തി ജഅല ഫീഹാ സൗജൈനി ഇസ്നൈൻ യുഗ്ശിൽ
الليل النهار إن في ذلك لآيات لقوم يتفكرون. അവനാണ് ഈ ഭൂമിയെ പരത്തി വിശാലമാക്കിയിരിക്കുന്നത്. അതിൽ നദികളെയും അതുപോലെ തന്നെ മലകളെയും നാട്ടിയിരിക്കുന്നത് അവനാണ്. സകല സസ്യലതാദികളിലും ഇണകളെയും സൃഷ്ടിച്ചത് അവനാണ്. സകല വസ്തുക്കളിലും ഇണകളെ സൃഷ്ടിച്ച് ഇണകളുടെ പാരസ്പര്യ ബന്ധത്തിലൂടെ ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചവൻ. മഹാത്ഭുതമാണത്. ഈ വചനത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നത് ചെടികളിൽ പോലും ഇണകളുണ്ട് എന്നതാണ്. പച്ചക്കറി കടയിൽ നിന്ന് നമ്മൾ പച്ചക്കറി വാങ്ങുമ്പോൾ, പഴങ്ങൾ വാങ്ങുമ്പോൾ അതുണ്ടാകാൻ കാരണം പൂവിലെ കേസരവും ജനിയും എന്ന രണ്ട് ഇണകളുടെ സാന്നിധ്യമാണ്. ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ ശബ്ദം നിങ്ങൾ ഉച്ചത്തിൽ കേൾക്കുന്നത് ഒരു ഇണതത്വമാണ്. വൈദ്യുതി എന്നത് പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകളുടെ സാന്നിധ്യമാണ്. സുബ്ഹാനല്ലദി ഖലഖൽ അസ്വാജ കുല്ലഹ മിമ്മാ തുംബിതുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. ഈ ഭൂമി പൊട്ടിമുളപ്പിക്കുന്ന വസ്തുക്കളിലും മനുഷ്യദേഹങ്ങളിലും മനുഷ്യർക്കറിയാത്ത എല്ലാത്തിലും ഇണകളെ സൃഷ്ടിച്ച നാഥൻ. അത്ഭുതകരമാണ് ലോകത്തിന്റെ സൃഷ്ടി സംവിധാനം. ഇതിന് സമാനമായി സൃഷ്ടിക്കാൻ ലോകത്ത് മറ്റൊരാൾക്കും സാധ്യമല്ല. ഇന്നല്ലാഹ ഫാലിഖുൽ ഹബ്ബി വന്നവാ. ഭൂമി ഏത് വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നുവെങ്കിൽ ദുർബലമായ വിത്ത് മുളച്ചിട്ട് അതിൻ്റെ മുള പൊങ്ങി വളരുന്നത് മേൽപോട്ടാണ്. ഭൂഗുരുത്വാകർഷണ ബലത്തെ അതിജയിച്ചുകൊണ്ട് മണ്ണിനെ രണ്ടു ഭാഗത്തേക്കും തള്ളിമാറ്റി മുകളിലോട്ട് വളരുന്ന ചെടികളെ കുറിച്ച് ചിന്തിക്കാൻ വിശുദ്ധ ഖുർആനിലൂടെ ലോകത്തിന്റെ സൃഷ്ടാവ് ആവശ്യപ്പെടുകയാണ്. ആ ചെടികളെ മുളപ്പിച്ചതിൽ സാക്ഷാൽ ലോകത്തിന്റെ സൃഷ്ടാവും നിയന്താവുമായ അല്ലാഹുവിനല്ലാതെ, ഏകനായ ദൈവത്തിനല്ലാതെ മറ്റാർക്കെങ്കിലും പങ്കാളിത്തമുണ്ടോ? ഏതെങ്കിലും പുണ്യപുരുഷന്മാർ, ഏതെങ്കിലും മനുഷ്യ ദൈവങ്ങൾ, ഏതെങ്കിലും തങ്ങന്മാർ, ഏതെങ്കിലും ബീവിമാർ, ഏതെങ്കിലും സന്യാസി വര്യന്മാർ ഈ പ്രപഞ്ചത്തിലെ ഏതെങ്കിലും ഒരു വസ്തുവിന്റെ സൃഷ്ടിപ്പിന് കാരണമായി തീർന്നിട്ടുണ്ടോ? പ്രാപഞ്ചിക വസ്തുക്കളിലേക്ക് മനുഷ്യന്റെ ശ്രദ്ധയെ ക്ഷണിച്ച് വീണ്ടും വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നു. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ വൽ ഫുൽകി ലത്തി തജ്രി ഫിൽ ബഹരി ബിമാ യൻഫഉൻ നാസ് വമാ അൻസലല്ലാഹു മിനസ് സമാഇ മിൻ മാ ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബ്ബ വതസ്രീഫിർ റിയാഹ് വസ്സഹാബിൽ മുസഖ്ഖരി ബൈനസ് സമാഇ വൽ അർള് ലആയാതിൻ ലിഖൗമി യഅഖിലൂൻ. തീർച്ചയായും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് പാഠങ്ങളുണ്ട്. അതേ പ്രകാരം തന്നെ രാവും പകലും മാറി മാറി വരുന്നതിൽ ബുദ്ധിയുള്ള ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട്. ഉപരിഭാഗത്ത് നിന്ന് വർഷിക്കപ്പെടുന്ന മഴയിൽ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ആ മഴത്തുള്ളികൾ സ്വീകരിച്ചുകൊണ്ട് ഭൂമിയിൽ പൊട്ടിമുളയ്ക്കുന്ന സസ്യലതാദികളിൽ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ആ ചെടികളെ ഭക്ഷിച്ചുകൊണ്ട് വിഹരിക്കുന്ന ജന്തുജാലങ്ങളിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട്. ആകാശഭൂമികൾക്കിടയിൽ നിയന്ത്രിതമായി ചലിക്കുന്ന മേഘങ്ങളുടെ, കാറ്റുകളുടെ ചലനത്തിന് പിന്നിൽ ബുദ്ധി ഉപയോഗിക്കുന്ന ആളുകൾക്ക് പാഠങ്ങളുണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പോൾ മനുഷ്യന്റെ മനസ്സ് പറയും, റബ്ബനാ മാ ഖലഖത ഹാദാ ബാത്തിലാ. ഞങ്ങളുടെ നാഥ, നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല. സൂര്യന്റെ സൃഷ്ടാവ് നീയാണ്, ചന്ദ്രന്റെ സൃഷ്ടാവ് നീയാണ്, പുഷ്പങ്ങളുടെ സൃഷ്ടാവ് നീയാണ്, കായ്കനികളുടെ സൃഷ്ടാവ് നീയാണ്, മനുഷ്യൻ ഉൾപ്പെടെയുള്ള പ്രപഞ്ചത്തിലെ സകലത്തിന്റെയും സൃഷ്ടാവ് നീയാണ്. ആ മനുഷ്യനെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, അവനെ സൃഷ്ടിച്ചതാരാണ്, അവനെ സംവിധാനിച്ചതാരാണ്? വലഖദ് ഖലഖനൽ ഇൻസാൻ മിൻ സുലാലത്തിൻ മിൻ തീൻ സുമ്മ ജഅൽനാഹു നുത്ഫതൻ ഫീ ഖറാരിൻ മകീൻ സുമ്മ ഖലഖന النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما. സുബ്ഹാന അല്ലാഹ്. മനുഷ്യനെ കളിമണ്ണിന്റെ സത്തയിൽ നിന്ന് രൂപപ്പെടുത്തിയത് ആ സർവേശ്വരനാണ്. ലോകത്തിന്റെ സൃഷ്ടാവായ ഏകനായ ദൈവമാണ്, അല്ലാഹുവാണ്. എന്നിട്ട് എന്ത് ചെയ്തു? അതിനെ ഒരു ഇന്ദ്രിയ തുള്ളിയാക്കി മാറ്റി. നിശ്ചിത കാലഘട്ടം അതിനൊരു ഭ്രൂണമായി വളർത്തിക്കൊണ്ടുവന്നു. പിന്നീട് അതിനൊരു മാംസപിണ്ഡമാക്കി. പിന്നീട് അതിൽ അസ്ഥികൾ ഉണ്ടാക്കി, അസ്ഥികളിൽ മാംസം കൊണ്ട് പൊതിഞ്ഞു. പിന്നെ അതിനൊരു പൂർണ്ണമായ സൃഷ്ടിപ്പാക്കി മാറ്റി. അങ്ങനെയാണ് ഞാനും നിങ്ങളുമൊക്കെ ഈ ഭൂമിയിലേക്ക് പറന്ന് വീണത്. എങ്ങനെയാണ്? സ്വന്തം എന്ന് പറയാൻ യാതൊന്നുമില്ലാതെ. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നഹ്ൽ 78-ാമത്തെ വചനത്തിലൂടെ പഠിപ്പിക്കുന്നു, വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും. നിങ്ങളുടെ മാതാക്കളുടെ ഗർഭാശയങ്ങളിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നത് അല്ലാഹുവാണ്. ലാ തഅലമൂന ശൈഅ. ഈ ഭൂമിയിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്കൊന്നും അറിയുമായിരുന്നില്ല, നിങ്ങൾക്ക് അക്ഷരാഭ്യാസം ഉണ്ടായിരുന്നില്ല, യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫിദ. നിങ്ങൾക്ക് കാഴ്ചയും നിങ്ങൾക്ക് കേൾവിയും നിങ്ങൾക്ക് ബുദ്ധിശക്തിയും നൽകിയത് അവനാണ്. എന്തിനു വേണ്ടി? ലഅല്ലക്കും തഷ്കുറൂൻ. നിങ്ങൾ നന്ദിയുള്ളവരായി തീരാൻ.
നിങ്ങൾ നന്ദിയുള്ളവരായി തീരാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും ആസ്വദിക്കുന്ന ഏതൊരു വസ്തുവും ആര് നൽകി എന്ന് ചോദിച്ചാൽ ഒരൊറ്റ മറുപടി മാത്രമേ ഉള്ളൂ, സൃഷ്ടാവായ ഏകനായ നാഥൻ. എങ്കിൽ മനുഷ്യന്റെ ബാധ്യത എന്താണ്? ഈ റോട്ടിലൂടെ പോകുന്ന ഒരു ബൈക്കിന്റെ സ്റ്റാൻഡ് തട്ടിയിട്ടില്ല എന്ന് കണ്ടാൽ റോഡരികിൽ നിൽക്കുന്ന ഒരാൾ കൈകൊണ്ട് ആംഗ്യം കാണിക്കും. ആ യാത്രക്കാരൻ ആ സ്റ്റാൻഡ് തട്ടി നേരെയാക്കിയ ശേഷം തൻ്റെ കൈ ഉയർത്തിയിട്ട് ഈ സൂചന നൽകിയ ആളോടൊരു നന്ദി പറയും, ഒന്ന് വിഷു ചെയ്യും. റോഡ് കുറുകെ കടക്കാൻ വേണ്ടി നമ്മൾ റോഡ് സൈഡിൽ നിൽക്കുമ്പോൾ വണ്ടിക്കാരൻ വാഹനവുമായി വന്നയാള് ഒന്ന് ബ്രേക്ക് ചവിട്ടി തന്നാൽ റോഡ് കുറുകെ കടക്കുമ്പോൾ നമ്മൾ അയാളോടൊന്ന് കൈകൊണ്ട് നന്ദി കാണിക്കും. അത് മാനുഷികമായ ഒരു ഗുണമാണ്, ഉപകാരം ചെയ്ത ആളോട് നന്ദി പറയുക എന്നത്. എങ്കിൽ എണ്ണി തിട്ടപ്പെടുത്താൻ ശ്രമിച്ചാൽ എണ്ണി കണക്കാക്കാൻ സാധ്യമാകാത്ത അനുഗ്രഹങ്ങളാണ് കാരുണ്യവാനായ റബ്ബ്, ലോകത്തിന്റെ അധിപനായ തമ്പുരാൻ നമുക്ക് നൽകിയിട്ടുള്ളത്. ആ അനുഗ്രഹം ആസ്വദിക്കുമ്പോൾ നന്ദി കാണിക്കുക എന്നതാണ് മനുഷ്യന്റെ ബാധ്യത എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്. ആ നന്ദി എങ്ങനെയാണ് കാണിക്കേണ്ടത്? ആ നാഥന്റെ കൽപ്പനകളെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ടാണ്. ഏതൊരു വസ്തുവിനും ഒരു പ്രവർത്തന തത്വമുണ്ടാകുമല്ലോ. ഈ ലൗഡ് സ്പീക്കർ ഉണ്ടാക്കിയ ഒരു കമ്പനിയുണ്ട്. ഈ ലൗഡ് സ്പീക്കർ കേടുവന്നാൽ അതിനെക്കുറിച്ച് ആർക്കാണ് അറിയുക? അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾക്കാണ്. ഇത് വാങ്ങുമ്പോൾ ഒരു കാറ്റലോഗ് ലഭിക്കും. നിങ്ങളുടെ വീട്ടിലെ അടുക്കളയിൽ പ്രവർത്തിക്കുന്ന മിക്സിയും ഗ്രൈൻഡറും ഒക്കെ വാങ്ങിയപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പ്രവർത്തനത്തെ വിശദീകരിക്കുന്ന ഒരു കാറ്റലോഗ് കിട്ടിയിട്ടുണ്ടാകും. അതിനെ പ്രവർത്തനം എങ്ങനെയെന്നത് കൃത്യമായി വിശദീകരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിനൊരു കാറ്റലോഗ് ആവശ്യമാണ്. അവൻ്റെ മുഴുവൻ കാര്യങ്ങളിലും ഒരു പ്രവർത്തന രൂപരേഖ ആവശ്യമാണ്. അതാർക്കാണ് നൽകാൻ സാധിക്കുക? മനുഷ്യന്റെ സൃഷ്ടാവായ നാഥനു മാത്രം. അതാണ് പ്രവാചകന്മാരിലൂടെ വേദഗ്രന്ഥങ്ങളിലൂടെ അള്ളാഹു നിർവഹിച്ചിട്ടുള്ളത്. ആ വേദഗ്രന്ഥങ്ങളിൽ അവസാനത്തെ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ മനുഷ്യരുടെ മുമ്പിൽ പഠിപ്പിക്കുന്നത് ഈ യാഥാർത്ഥ്യമാണ്. ഒന്നാമതായി സൃഷ്ടിച്ചവനായ റബ്ബിനെ മനസ്സിലാക്കുക, അള്ളാഹുവിനെ അറിയുക, അവനെ മനസ്സിലാക്കി അവൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ പാലിക്കുക. എങ്കിലേ സമാധാനമുണ്ടാകുള്ളൂ. ഇവിടെ നമുക്കറിയാം, കോടാനുകോടി നക്ഷത്രങ്ങളുള്ള ഈ പ്രപഞ്ചത്തിൽ കൂട്ടിമുട്ടലുകളില്ല, ഉരസലുകളില്ല, പ്രശ്നങ്ങളില്ല. എന്നാൽ മനുഷ്യലോകത്ത് പ്രശ്നങ്ങളുണ്ട്. ജന്തുലോകത്ത് പ്രശ്നങ്ങളില്ല, മനുഷ്യലോകത്ത് പ്രശ്നങ്ങളുണ്ട്. എന്തുകൊണ്ടാണ്? ഇവിടെയുള്ള കോടിക്കണക്കിന് വരുന്ന നക്ഷത്രഗോളങ്ങളെല്ലാം അവയുടെ സൃഷ്ടാവായ ഏകനായ നാഥന്റെ കൽപ്പന അനുസരിച്ചാണ് നിലകൊള്ളുന്നത്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നു, വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖദീറുൽ അസീസിൽ അലീം വൽ ഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ ആദ കൽ ഉർജൂനിൽ ഖദീം ലശംസു യംബഗി ലഹാ അൻ തുദ്രികൽ ഖമർ വലൽ ലൈലു സാബിഖുൻ നഹാർ വകുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ. സൂര്യൻ അതിന്റെ സങ്കേതത്തിലേക്ക് ചലിച്ചുകൊണ്ടിരിക്കുന്നു. അത് സർവജ്ഞനായ പ്രതാപശാലിയായ അല്ലാഹുവിന്റെ കഴിവിൽപ്പെട്ടതാണ്. ചന്ദ്രന് ചില പ്രത്യേക കാലഗണനകൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അത് ഉണങ്ങിയ ഇത്തപ്പന തണ്ടുപോലെ ചുരുങ്ങി ചുരുങ്ങി വരുന്നു. സൂര്യന് ചന്ദ്രനെ അതിജയിക്കാനോ രാവിന് പകലിനെ മുൻകടക്കാനോ സാധ്യമല്ല. വകുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ. ഓരോന്നും അതാതിൻ്റെതായ ഭ്രമണപഥത്തിലൂടെ നീന്തി തുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കണിശമായ സഞ്ചാരം, കൂട്ടിമുട്ടലുകളില്ലാത്ത വിധത്തിൽ ഈ താരാപഥത്തിലെ നക്ഷത്രഗോളങ്ങളൊക്കെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. കാരണം അവയൊക്കെ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ പാലിച്ചുകൊണ്ടാണ് നിലകൊള്ളുന്നത്. എങ്കിൽ മനുഷ്യലോകത്തും പ്രശ്നങ്ങളില്ലാതിരിക്കാൻ എന്തുണ്ട് മാർഗം? മനുഷ്യൻ ദൈവത്തിൻ്റെ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ച് വിശുദ്ധമായ ജീവിതം നയിക്കാൻ തയ്യാറാകുമ്പോഴേ ലോകത്ത് സമാധാനമുണ്ടാകുള്ളൂ. ആ നിലക്ക് സൃഷ്ടാവിൻ്റെ മുമ്പിലുള്ള ജീവിതത്തിൻ്റെ സമർപ്പണത്തിന് അറബിയിൽ പറയുന്ന പേരാണ് ഇസ്ലാം. അങ്ങനെ സമർപ്പിച്ചവന് പറയുന്ന പേരാണ് മുസ്ലിം. അപ്പോൾ പച്ചവെള്ളം പോലെ സൂര്യ വെളിച്ചം പോലെ വ്യക്തമായ ലളിതമായ ഒരാശയം. ഏതൊരു ദൈവമാണോ സൃഷ്ടിച്ചത്, ഏതൊരു റബ്ബാണോ സൃഷ്ടിച്ചത്, അവൻ്റെ മുമ്പിൽ സമ്പൂർണമായി ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ആ ഏകനായ നാഥന്റെ കൽപ്പനകൾക്കനുസരിച്ച് ജീവിതത്തെ ശുദ്ധീകരിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ മനുഷ്യൻ നന്നാകും, നാട് നന്നാകും, വീട് നന്നാകും, കുടുംബം നന്നായി തീരുമെന്നുള്ളതാണ്. ഈ ലളിതമായ ആശയം പഠിപ്പിച്ചുകൊണ്ട് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു, നിന്റെ വിശ്വാസത്തിന്റെ
കേന്ദ്രം ഈ കാര്യമായിരിക്കണം. നിന്റെ ആരാധനകൾ, നിന്റെ ഹവിസ്സുകൾ, നിന്റെ നേർച്ചകൾ, നിന്റെ പ്രാർത്ഥനകൾ ഈ ഏകനായ സൃഷ്ടാവായ റബ്ബിനല്ലാതെ സമർപ്പിക്കപ്പെടാൻ പാടില്ല. കാരണം ആ ഏകനായ നാഥനല്ലാത്ത മറ്റൊരാൾക്കും നിനക്ക് സന്താനത്തെ നൽകാൻ കഴിയില്ല, നിന്റെ രോഗത്തെ സുഖപ്പെടുത്താൻ കഴിയില്ല, നിന്റെ പട്ടിണി മാറ്റാൻ കഴിയില്ല, നിന്റെ പ്രയാസങ്ങളെ ദൂരീകരിക്കാൻ കഴിയില്ല. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ ചില ഉദാഹരണങ്ങൾ പഠിപ്പിക്കുകയാണ്. ദൈവേതരായ ശക്തികളെ സമീപിക്കുന്നവരെ സംബന്ധിച്ച് ഏകനായ നാഥനെ വിട്ടുകൊണ്ട് പലരുടെയും മുമ്പിൽ ചെന്ന് പ്രശ്നങ്ങൾ സമർപ്പിക്കുന്ന, പരിഹാര മാർഗങ്ങൾ തേടുന്ന മനുഷ്യരെ കുറിച്ച് അള്ളാഹു പറയുന്നു വിശുദ്ധ ഖുർആനിലൂടെ, മസലുല്ലദീന ഇത്തഖദൂ മിൻ ദൂനില്ലാഹി ഔലിയാ കമസലിൽ അൻകബൂത് ഇത്തഖദത് ബൈത വഇൻ ഔഹനൽ ബുയൂതി ലബൈതുൽ അൻകബൂത് ലൗ കാനൂ യഅലമൂൻ. അല്ലാഹുവിന് പുറമെ രക്ഷാധികാരികളെ സ്വീകരിച്ചിട്ടുള്ള ആളുകളുടെ ഉദാഹരണം എട്ടുകാലിയെ പോലെയാണ്, അതിൻ്റെ വല പോലെ. അത് ഏറ്റവും ദുർബലമായ വീടുകളിൽ പെട്ടതാണ് എട്ടുകാലിയുടെ വല എന്നുള്ളത്. അതുപോലെയാണ് ഏകനായ റബ്ബ്, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, എൻ്റെ മുമ്പിൽ പ്രാർത്ഥനകൾ, ആരാധനകൾ, ഹവിസുകൾ, നേർച്ചകൾ സമർപ്പിക്കൂ എന്ന് പറയുമ്പോൾ ആ റബ്ബിനെ കൈവിട്ടുകൊണ്ട് പലരെയും സ്വീകരിക്കുന്ന മനുഷ്യൻ എട്ടുകാലി വലയിൽ അകപ്പെട്ടവനെ പോലെ എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നു. രണ്ടാമതായി, ഈ ഏകനായ നാഥൻ, ലോകത്തിന്റെ സൃഷ്ടാവായ തമ്പുരാൻ, പ്രപഞ്ചത്തെ യാതൊരു നിലക്കുള്ള ന്യൂനതകളില്ലാതെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആ നാഥൻ, ഫലാ തദ്രിബൂ ലില്ലാഹിൽ അംസാൽ, അവന് നിങ്ങൾ ഉദാഹരണങ്ങൾ പറയരുത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നഹ്ൽ 74-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. കാരണം മനുഷ്യന്റെ ഉദാഹരണങ്ങളിൽ ഒതുങ്ങുന്നവനല്ല ആ ശക്തി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രാർത്ഥനകൾ, നിങ്ങളുടെ അപേക്ഷകൾ, സമർപ്പണങ്ങൾ ആ ഏകനായ റബ്ബിന്റെ മുമ്പിൽ മാത്രമായിരിക്കണം. വീണ്ടും അല്ലാഹു പഠിപ്പിക്കുന്നു, വമൻ യദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖർ ലാ ബുർഹാന ലഹു ബിഹി, അല്ലാഹുവിന് പുറമെ മറ്റാരോട്, മറ്റേതൊരു ശക്തിയോട് മനുഷ്യൻ പ്രാർത്ഥിക്കുന്നുവോ അവനെ കാര്യത്തിൽ യാതൊരു തെളിവുമില്ല, ഒരു തെളിവും അവന് ഹാജരാക്കാൻ സാധ്യമല്ല. ഇത് നേർക്കുനേരെ സാമാന്യ ബുദ്ധിയുള്ള ഏതൊരാൾക്കും മനസ്സിലാകുന്ന കാര്യമാണ്. ആ ഏകനായ സൃഷ്ടാവായ തമ്പുരാന് തുല്യമാകാൻ, അവനെപ്പോലെ കേൾക്കാൻ, അവനെപ്പോലെ ഉത്തരം ചെയ്യാൻ ലോകത്ത് മറ്റൊരു ശക്തിക്കും സാധ്യമല്ല എന്നത് സാമാന്യ ബുദ്ധി കൊണ്ട് മനുഷ്യന് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ചോദ്യം, വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ മനുഷ്യൻ ഉത്തരം ചെയ്യാൻ കഴിയാത്ത അല്ലാഹു അല്ലാത്ത ശക്തികളോട് പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴിവിഴച്ചു പോയവൻ ആരാണുള്ളത് എന്നാണ് റബ്ബിന്റെ ചോദ്യം. അപ്പോൾ ലളിതമായ കാര്യം, പ്രാർത്ഥനയും ആരാധനയും സമർപ്പണവും ഒക്കെ ആ ഏകനായ ശക്തിക്കായിരിക്കണം. രണ്ട്, ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മരണത്തോടുകൂടി ജീവിതം അവസാനിച്ചു പോകുന്നുവെങ്കിൽ ഈ ജീവിതത്തിന് അർത്ഥമില്ല. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ രണ്ടാമതായി മനുഷ്യനെ പഠിപ്പിക്കുന്ന ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം, മരണം ജീവിതത്തിൻ്റെ അന്ത്യമല്ല. നമുക്ക് നാമേ പണിവതു നാഗം നരകവും അതുപോലെ. മരണം എന്നത് യഥാർത്ഥമായ ജീവിതത്തിൻ്റെ, മരണാനന്തര ജീവിതത്തിലേക്കുള്ള ഒരു കവാടം മാത്രമാണ്. ഈ ലോകത്ത് നല്ലവരായി ജീവിച്ചവർക്ക് പൂർണ്ണമായ നന്മയുടെ പ്രതിഫലം നൽകാൻ ഈ ലോകത്ത് സംവിധാനമില്ല. ഏറ്റവും മ്ലേച്ഛമായ അക്രമം പ്രവർത്തിച്ച് ജീവിച്ചവന് ശിക്ഷ നൽകാനും ഈ ലോകത്ത് മതിയായ സംവിധാനമില്ല. അതുകൊണ്ട് നല്ലവർക്ക് നന്മയുടെ പ്രതിഫലം നൽകാനും ചീത്തയായ മാർഗത്തിൽ ജീവിച്ചവർക്ക് അതിനനുയോജ്യമായ ശിക്ഷ നൽകുകയും ചെയ്യുന്ന ഒരു ലോകം അനിവാര്യമാണ് എന്നുള്ളത് ഇവിടെ മനുഷ്യന്റെ ബുദ്ധി സാധാരണ നിലക്ക് അംഗീകരിക്കുന്ന കാര്യമാണ്. എങ്കിൽ അങ്ങനെ ഒരു ലോകമുണ്ട് എന്നതാണ് നിരവധി വരുന്ന ദൃഷ്ടാന്തങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്. അങ്ങനെ ഏകനായ റബ്ബിലുള്ള വിശ്വാസവും മരണാനന്തര വിശ്വാസവും മുൻനിർത്തിക്കൊണ്ട് മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും ആവശ്യമായ കൃത്യമായ ഒരു വഴി പഠിപ്പിച്ചു തരികയാണ് പരിശുദ്ധ ഇസ്ലാം ചെയ്യുന്നത്. ഇത് വളരെ പഴക്കമുള്ളൊരാശയമാണ്. ആധുനിക കാലഘട്ടത്തിൽ നമുക്കറിയാം, പലരും പരിഹസിക്കാറുള്ളത് 6-ാം നൂറ്റാണ്ടിലെ ഗോത്ര ജീവിതത്തിൻ്റെ കാലത്തുള്ളൊരു നിയമം, അന്നത്തെ ഒരു കിതാബ് ഈ 21-ാം നൂറ്റാണ്ടിൽ അതിനെന്ത് പ്രസക്തിയാണ് എന്നുള്ളത് വിമർശിക്കാം. പക്ഷേ അത് വസ്തുതാപരമാകണം. 21-ാം നൂറ്റാണ്ടിലും എന്തുകൊണ്ട് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഓരോ ആശയവും പ്രസക്തമാകുന്നു? അതിൻ്റെ കാരണം ഈ ആശയം മനുഷ്യനെ പഠിപ്പിച്ചത്
ആരംഭമില്ലാത്ത അവസാനമില്ലാത്ത തുല്യതയില്ലാത്ത പ്രപഞ്ചത്തിൻ്റെ അധിപനായ ഏകനായ റബ്ബാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യം മനുഷ്യനെ പഠിപ്പിക്കുന്ന ഓരോ ആശയവും നിത്യപ്രസക്തമാണ്. വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഞാൻ വിശദീകരിച്ചു. ഏതൊരാൾക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന വളരെ കൃത്യമായ ഏകദൈവ വിശ്വാസം, അതോടൊപ്പം മരണാനന്തര ജീവിതവും. ഇതിൻ്റെ കൂടെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഓരോ രംഗത്തും മനുഷ്യൻ എന്തുകൊണ്ട് നന്നാവണം, അതിന് സ്വീകരിക്കാനുള്ള മാർഗങ്ങൾ എന്താണ്, അതാണ് ഈ പരിശുദ്ധ മതം, ഈ പരിശുദ്ധ ഗ്രന്ഥം ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നമ്മൾ ജീവിക്കുന്ന കാലം നമുക്കറിയാം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ വായിച്ച വാർത്ത, ലഹരിക്കടിമപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ, ഒരു പയ്യൻ 10-18 വയസ്സുള്ള, സ്വന്തം മാതാവിൻ്റെ കഴുത്തറുത്ത് കൊന്നു. നമ്മൾ ഞെട്ടിത്തരിച്ചു. അതിൻ്റെ സമാനമായ വാർത്തകൾ ഓരോ ദിവസവും പത്രഗോളത്തിൽ നമ്മൾ വായിക്കുന്നു. ലഹരി ആ വിധത്തിൽ മനുഷ്യനെ ബാധിക്കുന്നു. 1400 കൊല്ലം മുമ്പ് ഈ ഗ്രന്ഥം, ഈ പ്രവാചകൻ ലോകത്തോട് പഠിപ്പിച്ചു. ലോകത്തിന്റെ സൃഷ്ടാവിന്റെ വചനം, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബു ലഅല്ലക്കും തുഫ്ലിഹൂൻ. അറബി ഭാഷയിൽ വിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും ഒക്കെ പദപ്രയോഗം ഖംർ എന്നാണ്. മദ്യത്തിന് ഖംർ എന്ന് പറഞ്ഞാൽ മാ ഖമറൽ അഖലു, മനുഷ്യന്റെ ബുദ്ധിയുടെ യഥാർത്ഥമായ അവസ്ഥ, തുലനാവസ്ഥ നഷ്ടപ്പെടുത്തുന്നത് എന്നാണ്. അമ്മയെ അമ്മയായി കാണുന്നതിന് പകരം, പെങ്ങളെ പെങ്ങളായി കാണുന്നതിന് പകരം മനുഷ്യന്റെ ധാർമ്മികതയുടെ മുഴുവൻ കടക്ക് കത്തിവെക്കുന്ന തിന്മയാണ്. അതുകൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ചു 1400 കൊല്ലം മുമ്പ്, ഉമ്മുൽ ഖബായിസ്, സകല നിലക്കുമുള്ള തിന്മകളുടെ മാതാവാണ് ലഹരി എന്നുള്ളത്. ആ വാക്ക് ഇന്നും പ്രസക്തമാണ്. ഇന്നും വർത്തമാന പത്രങ്ങളിൽ നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോ വാർത്തയും നമുക്ക് വിളിച്ചറിയിച്ചു തരുന്നു. മനുഷ്യന്റെ ബുദ്ധിയുടെ സ്ഥിരതയെ നഷ്ടപ്പെടുത്തുന്ന, ധാർമ്മികതയുടെ അടിവേരറുക്കുന്ന ലഹരി, അത് സമൂഹത്തിൽ വളർന്നു വരുമ്പോൾ അതെങ്ങനെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കും? 1400 വർഷം മുമ്പ് കണ്ട ആ പരിഹാരം മാത്രം. അതെ, കുടിച്ചുകൊണ്ടിരുന്ന ജനതയിലേക്കാണ് വിശുദ്ധ ഖുർആനിന്റെ വചനം അവതരിപ്പിക്കപ്പെട്ടത്. എന്നിട്ടൊരൊറ്റ ചോദ്യം, ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ വിരമിക്കുന്നില്ലേ എന്ന ചോദ്യം. എങ്ങനെയാണ് ലഹരിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കുക? എക്സൈസ് വകുപ്പിനെ കാര്യക്ഷമമാക്കി എന്നതുകൊണ്ടോ, നാട്ടിൽ ആ നിലക്കുള്ള സംവിധാനം ഏർപ്പെടുത്തി എന്നതുകൊണ്ടോ മാത്രം നമ്മുടെ നാട്ടിലുള്ള ലഹരി വിഭാടനം ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. മറിച്ച് ഏത് കൂരിരുട്ടിലും ഞാൻ ഇത് ഉപയോഗിച്ചാൽ കാണുന്ന ഉറങ്ങാത്ത മയങ്ങാത്ത ലോകത്തിന്റെ അധിപനായ ഒരു തമ്പുരാനുണ്ട്, ഒരു നാഥനുണ്ട്. മരണശേഷം എന്നെ ശിക്ഷിക്കുന്ന, നരകത്തിൽ വെച്ച് ലഹരി ഉപയോഗിച്ചവന് പ്രത്യേകമായ ശിക്ഷ നൽകുന്ന ആ ദൈവത്തിന്റെ ശിക്ഷ എനിക്ക് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് സുഹൃത്തിന്റെ നേരെ കുപ്പി വെച്ച് നീട്ടുമ്പോ, ലഹരി വെച്ച് നീട്ടുമ്പോ, അതുപോലെയുള്ള ആധുനികമായ കൃത്രിമ ലഹരി വസ്തുക്കൾ വെച്ച് നീട്ടുമ്പോ, ഇല്ല എന്ന് പറയാൻ മനുഷ്യനെ പ്രേരിപ്പിക്കാൻ ശരിയായ ദൈവവിശ്വാസത്തിനല്ലാതെ മറ്റൊന്നിനും സാധ്യമാവുകയില്ല. ഇതേപോലെ തന്നെ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം നമുക്കറിയാം. അമ്മയാര് പെങ്ങളാണെന്ന് തിരിച്ചറിയാത്ത വിധത്തിൽ ലൈംഗികമായ തിന്മകളുടെ വേലിയേറ്റം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെ ചില ആളുകളുണ്ട്, ലിബറലിസം എന്ന പേര് പറഞ്ഞുകൊണ്ട് പഴയകാലത്തെ അവസ്ഥയല്ല ആവശ്യം, പാറി നടക്കും പറവകളൊന്നും വേളി കഴിക്കാറില്ല എന്ന് പറഞ്ഞ് വിവാഹമില്ലാതെ, താലികെട്ടില്ലാതെ സർവതന്ത്ര സ്വതന്ത്രമായ നിലക്കുള്ള ലൈംഗികതയ്ക്ക് വേണ്ടി ആവശ്യപ്പെടുന്ന ഒരവസ്ഥ. നമ്മളിവിടെ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ചൈനയിൽ ഒരു നിയമമുണ്ട്. 2 കുട്ടി ആർക്കെങ്കിലും ജനിച്ചാൽ അവന് ജയില്, നാം 2 നമുക്കൊന്ന് എന്ന്. ഇന്ന് ചൈന മാറി ചിന്തിച്ചു. ജപ്പാൻ അങ്ങനെയായിരുന്നു. ഞാൻ ഓർത്തു പോകുന്നു, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ജപ്പാനിൽ പോയി വന്നൊരു സുഹൃത്ത് പറഞ്ഞ ഒരു അനുഭവം. ജപ്പാനിലെ ഒരു നിശ്ചിത പ്രദേശത്ത് ചെന്നപ്പോൾ 30 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ഒരാളും അവിടെ ഇല്ല. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് നമ്മൾ മാധ്യമങ്ങളിൽ വായിച്ചത്. ജപ്പാൻ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രതിസന്ധി. ഈ അവസ്ഥയിൽ പോയാൽ ഏതാനും വർഷം കഴിഞ്ഞാൽ ജപ്പാൻ എന്ന രാഷ്ട്രം ലോകത്ത് നിന്ന് വിഭാടനം ചെയ്യപ്പെടും. എന്തേ കാരണം? ലിവിങ് ടുഗദർ എന്നൊരു സംവിധാനം കൊണ്ടുവന്നു. വിവാഹം വേണ്ട, 18 വയസ്സ് കഴിഞ്ഞ് ആർക്കും ഒന്നിച്ച് കഴിയാം. അവിടെ താലികെട്ടിന്റെ, നിക്കാഹിന്റെ, വിവാഹത്തിന്റെ ആവശ്യമില്ല. അതിൽ ആണും പെണ്ണും ആകണമെന്നില്ല. ആണും ആണും തമ്മിലാകാം, പെണ്ണും പെണ്ണും തമ്മിലാകാം. ലോകത്ത്, മൃഗങ്ങളുടെ ലോകത്ത് പോലും ഇല്ലാത്ത വൃത്തികെട്ട ലൈംഗികതയിലേക്ക് ലോകം നീങ്ങി. അതിന്റെ ദുരന്തമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ അവിടെ മനുഷ്യനോട് പറഞ്ഞു, വലാ തഖറബുസ്സിന, വ്യഭിചരിക്കരുത് എന്നല്ല, മറിച്ച് വ്യഭിചാരത്തോട് നിങ്ങൾ അടുത്തു പോകരുത് എന്ന്. അതിലേക്ക് എത്തിച്ചേരാനുള്ള ഓരോ സാധ്യതയുടെയും കവാടങ്ങൾ കൊട്ടിയടച്ചു. അന്യരുടെ വീടുകളിൽ പ്രവേശിക്കുമ്പോൾ ലാ തദ്ഖുലു ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസു വതുസല്ലിമു അലാ അഹ്ലിഹാ,
അനുമതി ചോദിച്ചും അഭിവാദ്യം ചെയ്തുമല്ലാതെ മറ്റൊരാളുടെ വീട്ടിൽ പ്രവേശിക്കരുത് എന്ന് പഠിപ്പിച്ചു. സ്വന്തം വീട്ടിലെ റൂമുകളിൽ വരെ ദിവസം 3 സന്ദർഭങ്ങളിൽ അനുമതി ചോദിച്ചു മാത്രമേ പരസ്പരം പ്രവേശിക്കാവൂ എന്ന് പഠിപ്പിച്ചു. അതെ, ധാർമ്മികതയുടെ അതിർവരമ്പുകൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു സമൂഹത്തിൽ മാത്രമേ അഡ്രസ് ഉള്ള ഒരു തലമുറ ഉണ്ടായിത്തീരുള്ളൂ. അതുകൊണ്ട് വിവാഹത്തിലൂടെ അല്ലാത്ത സെക്സ് അപകടമാണെന്ന് പഠിപ്പിച്ചു. 2 ലോകത്തും മനുഷ്യന് നാശമായി തീരും. വിവാഹം നിങ്ങളുടെ കണ്ണന്റെ സൂക്ഷ്മതയ്ക്കും ലൈംഗികാവയവത്തിന്റെ വിശുദ്ധിക്കും അത് സഹായകമാകുമെന്ന് പഠിപ്പിച്ചു. അതിനപ്പുറത്തുള്ള ബന്ധങ്ങളിലേക്ക് പോകരുതെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ലെസ്ബിയൻ എന്ന പേരിൽ പെണ്ണും തമ്മിലുള്ള വിവാഹത്തിന്റെ അനുമതി തേടിയ ആളുകൾ, അതേപോലെ തന്നെ ഗേ എന്ന പേരിൽ ആണും തമ്മിലുള്ള ലൈംഗിക ജീവിതത്തിന് വിവാഹത്തിന് നിയമപരമായി പോലും അനുമതി ലഭിക്കപ്പെടുന്ന ഒരു അവസ്ഥ വന്നപ്പോ നമ്മുടെ സമൂഹത്തിലെ ഈ ധാർമ്മികത കാലാകാലങ്ങളായി കാത്തു സൂക്ഷിച്ചു വന്ന മൂല്യങ്ങളാണ് ചവിട്ടിമെതിക്കപ്പെട്ടത്. അതിന്റെ ദുരന്തങ്ങളാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഓരോ വിഷയവും പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ ഇസ്ലാം വിശ്വാസപരമായ ശുദ്ധീകരണത്തിലൂടെ പാരത്രിക ബോധത്തിലൂടെ മനുഷ്യനെ നന്നാക്കിയെടുത്തുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും ഏറ്റവും മാതൃകാപരമായ ഒരു സമീപനമാണ് ലോകത്തെ പഠിപ്പിച്ചിട്ടുള്ളത്. യുക്തിവാദത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട്, നിരീശ്വരവാദത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ വ്യവസ്ഥിതികളെ തകർക്കാൻ ശ്രമിക്കുന്നവരെ, ഈ ഗ്രന്ഥത്തെ 6-ാം നൂറ്റാണ്ടിലുള്ള ഒരു കിതാബ് എന്ന് പറഞ്ഞ് അവഹേളിക്കാൻ ശ്രമിക്കുന്നവരോട് തിരിച്ച് നമുക്ക് ചോദിക്കാൻ സാധിക്കും, ഈ ഗ്രന്ഥം പഠിപ്പിക്കുന്ന കുടുംബജീവിത സംവിധാനത്തിന് പകരം വെക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത്? ഈ ഗ്രന്ഥം പഠിപ്പിക്കുന്ന അയൽപക്ക ബന്ധത്തിന്, ഈ ഗ്രന്ഥം പഠിപ്പിക്കുന്ന തൊഴിലാളി മുതലാളി ബന്ധത്തിന് പകരം വെക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത്? ഈ ഗ്രന്ഥം പഠിപ്പിക്കുന്ന സാമ്പത്തിക കാഴ്ചപ്പാടിന് പകരം വെക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത്? നീ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തിന്റെ 2.5% നിന്റേതല്ല, പാവപ്പെട്ടവൻ്റെതാണ്. സക്കാത്തായത് അവന് നൽകണം. അത് നീ നൽകിയിട്ടില്ലെങ്കിൽ അവന്റെ അവകാശമാണ് നീ ഭുജിക്കുന്നത്. നാളെ അത് നരകത്തിലെ വിറകായി മാറുമെന്ന് ഉത്ബോധിപ്പിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനം എന്നും പ്രസക്തമാണ്. അവിടെ മനുഷ്യത്വത്തെ ഉയർത്തിപ്പിടിച്ചു ഈ ഗ്രന്ഥം. മതത്തിന്റെ വേർതിരിവില്ലാത്ത നിലക്ക്, ജാതീയതയുടെ വേർതിരിവില്ലാത്ത നിലക്ക് അയൽവാസി ആദരിക്കണമെന്ന് പഠിപ്പിച്ചു. അത് വിശുദ്ധ ഖുർആനിന്റെ കൽപ്പന. അല്ലാഹുവിനെ ആരാധിക്കണം എന്ന് പറഞ്ഞ ശേഷം മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ വബിൽ വാലിദൈനി ഇഹ്സാനാ വബിദിൽ ഖുർബ വൽ യതാമ വൽ മസാകിൻ വൽ ജാരി ദിൽ ഖുർബ വൽ ജാരിൽ ജുബൂൻ വസ്സാഹിബി ബിൽ ജംബ് വബിനി സബീൽ വമാ മലകത് ഐമാനുക്കും. മനുഷ്യന്റെ ഒന്നാമത്തെ ബാധ്യത സൃഷ്ടിച്ച നാഥനെ ആരാധിക്കലാണ്. അത് പറഞ്ഞ ശേഷം മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് പഠിപ്പിച്ചു. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ കാരുണ്യാലയങ്ങൾ, വൃദ്ധസദനങ്ങൾ തുടങ്ങേണ്ടി വന്നത്? തന്നെത്താനാക്കി മാറ്റിയ മാതാപിതാക്കൾ ജീവിതത്തിന്റെ സായങ്കാലങ്ങളിൽ എത്തുമ്പോൾ വീടിന്റെ പൂമുഖത്ത് നിന്നുകൊണ്ട് ചുമച്ചുകൊണ്ടിരിക്കുന്ന വാർദ്ധക്യത്തിന്റെ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിന് പകരം വൃദ്ധസദനങ്ങളിലേക്ക് അവരെ ആട്ടിയോടിക്കുന്നു. ആ വൃദ്ധസദനങ്ങളുടെ പൂമുഖങ്ങളിൽ തങ്ങളുടെ മക്കളെ കുറിച്ചോർത്ത്, തന്റെ കഴിഞ്ഞ കാലത്തെ കുറിച്ചോർത്ത് കണ്ണീരൊഴുക്കേണ്ടി വരുന്ന മാതാപിതാക്കളുടെ എണ്ണം ഇവിടെ വർദ്ധിച്ചു വരികയാണ്. എവിടെയാണ് മക്കളോടുള്ള ഇസ്ലാമിന്റെ കൽപ്പന? നിന്റെ മാതാപിതാക്കൾ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ് വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. മാതാപിതാക്കളിൽ ഒരാളോ 2 പേരുമോ നിന്റെ സവിധത്തിലാകുമ്പോൾ ഛ എന്ന വാക്ക് പോലും അവരുടെ മുഖത്ത് നോക്കി പറയരുത്. വിനയപൂർവം കാരുണ്യത്തിന്റെ ചിറക് നീ അവർക്ക് വേണ്ടി താഴ്ത്തി കൊടുക്കണം മനുഷ്യ എന്ന് പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനം അതിനെങ്ങനെ പ്രസക്തി നഷ്ടപ്പെടും? സഹോദരങ്ങളെ, കാലം എത്ര മുന്നോട്ട് നീങ്ങിയാലും ഈ ഗ്രന്ഥം പഠിപ്പിക്കുന്ന ഓരോ ആശയവും, ഈ പ്രവാചകൻ പഠിപ്പിച്ച ഓരോ സന്ദേശവും നിത്യപ്രസക്തമാണ്. അതുകൊണ്ട് നരിക്കുനിയിലുള്ള സഹോദരങ്ങളോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്, ഈ ദൈവിക ഗ്രന്ഥത്തെ അടുത്തറിയാൻ, ഈ സംശുദ്ധമായ ആശയത്തെ പഠിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തണമെന്നുള്ളതാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശബ്ദം ശ്രവിക്കുന്നവരോട് വിനയപൂർവ്വം ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്, ഈ മതത്തെയും ഈ ഗ്രന്ഥത്തെയും ഈ പ്രവാചകനെയും അപഹസിക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഒന്ന് വിനയത്തോടുകൂടെ ഇരുന്ന് പഠിക്കാൻ, ആലോചിക്കാൻ സന്നദ്ധമാകണമെന്ന് മാത്രമാണ്. കാലം മുന്നോട്ട് നീങ്ങുമ്പോൾ തിന്മകൾ ഇവിടെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ തിന്മകളിൽ നിന്ന് സമൂഹത്തെ രക്ഷപ്പെടുത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. തിന്മകളിൽ ഏറ്റവും വലിയ തിന്മയായി പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയാണ്, അല്ലാഹു അല്ലാത്തവരോടുള്ള ആരാധനയാണ്. അത് തന്നെയാണ് എന്നുള്ളത് ആധുനികമായ ഓരോ സംഭവവും നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതെ, സ്വന്തം
സ്വന്തം പിതാവിനെ കൊന്ന മകൻ ഇന്നലെ പറഞ്ഞത് അവനെ അതിന് പ്രേരിപ്പിച്ചിരിക്കുന്നത് ദുശക്തികളെ കുറിച്ചുള്ള ചിന്തയാണ്, അന്ധവിശ്വാസമാണ്, ദൈവത്തിന്റെ പേരുള്ള അബദ്ധധാരണകളാണ്. ഒട്ടനവധി വരുന്ന കൊലപാതകങ്ങളുടെ ചുരുളഴിയുമ്പോൾ അതിലേക്ക് നയിച്ചിട്ടുള്ളത് നമ്മൾ പലപ്പോഴും വായിച്ചെടുക്കുന്നത് സമൂഹത്തെ ചൂഷണം ചെയ്യുന്ന പല കള്ളസന്യാസിമാർ, കള്ളപുരോഹിതന്മാർ, വ്യാജ ഔലിയാക്കള്, വ്യാജ ചൂഷകരായ ആളുകളാണ്. മനുഷ്യന്റെ പോക്കറ്റടിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ. അവിടെയാണ് ഒരു ചൂഷണവുമില്ലാത്ത ഒരു വിശ്വാസം പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. വലഖദ് ഖലഖനൽ ഇൻസാൻ വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. മനുഷ്യനെ സൃഷ്ടിച്ചത് നാമാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നു, അവന്റെ ജീവനാഡിയേക്കാൾ ഞാൻ അവനോട് അടുത്തിരിക്കുന്നു, അവന്റെ മനസ്സെന്തു മന്ത്രിക്കുന്നു എന്ന് നമുക്കറിയാൻ സാധിക്കും. അതെ, ആ റബ്ബിനോട്, ആ നാഥനോട് ചോദിക്കുമ്പോൾ ഇടയാളർ ആവശ്യമില്ല, മധ്യവർത്തികൾ ആവശ്യമില്ല, അവിടെ നേർച്ചക്കുറ്റികളില്ല, അവിടെ ജാറം വരവുകളില്ല, അവിടെ പെട്ടി വരവുകളില്ല, അവിടെ നേർച്ചയിൽ ആന മതം പൊട്ടിയിട്ട് പാവപ്പെട്ട മനുഷ്യനെ കുത്തിക്കൊല്ലുന്ന ദുഃഖകരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നില്ല. മറിച്ച് സുതരാം വ്യക്തമായ ചൂഷണമില്ലാത്ത, തട്ടിപ്പില്ലാത്ത തൗഹീദ്, ഏകദൈവ സിദ്ധാന്തം, അതാണ് ലോകത്തേക്ക് വന്ന പ്രവാചകന്മാർ പഠിപ്പിച്ചത്. ആ പ്രവാചകന്മാർ പഠിപ്പിച്ച മതം ഉൾക്കൊണ്ടപ്പോൾ ഒരു പ്രശ്നവും ഒരു പ്രയാസവും മനുഷ്യനുണ്ടായില്ല. എന്നാൽ പിൽക്കാലത്ത് മതത്തിലേക്ക് കടന്നു വന്ന ആളുകൾ പാവപ്പെട്ട സമുദായത്തെ, പാവപ്പെട്ട സമൂഹത്തെ ചൂഷണം ചെയ്തു, തെറ്റിദ്ധരിപ്പിച്ചു. അവരുടെ കാശ് പിടുങ്ങുന്നതിന് വേണ്ടി മതത്തിന്റെ കടക്ക് കത്തിവെക്കുന്ന പുത്തൻ ആചാരങ്ങൾ ഈ സമൂഹത്തെ പഠിപ്പിച്ചു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് പഴയതിലേക്ക് തിരിച്ചു പോകണം. നമുക്ക് പുത്തൻവാദത്തിനെതിരായി കൊണ്ട് പഴമയിലേക്ക് തിരിച്ചു പോകണം. പ്രവാചകൻ പഠിപ്പിച്ച, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ചൂഷണമുക്തമായ വിശ്വാസ പ്രമാണത്തിലേക്ക്, യഥാർത്ഥ ഇസ്ലാമിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ സാധിക്കണം. അതോടൊപ്പം സമൂഹത്തെ മാറ്റിയെടുക്കാൻ സാധ്യമാകുന്ന പരലോക വിശ്വാസം അത് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കണം. മരണമെന്ന കവാടത്തിലൂടെ കടന്നു പോകേണ്ടുന്നവരാണ് നമ്മൾ ഏവരും. ഇവിടെ ഏത് കാര്യത്തിനും നമുക്കറിയാം, ഗ്യാരണ്ടി ഉണ്ട്. കയ്യിൽ കെട്ടിയ വാച്ചിന് ഗ്യാരണ്ടി ഉണ്ട്, വീട്ടിൽ കറങ്ങുന്ന ഗ്രൈൻഡറിന്, മിക്സിക്ക് ഗ്യാരണ്ടി ഉണ്ട്, നമ്മുടെ വീട്ടിലെ ഏത് ഉപകരണത്തിനും ഗ്യാരണ്ടി ഉണ്ട്. ഗ്യാരണ്ടി ഇല്ലാത്തത് നമ്മൾ മാത്രമാണ്. ഈ ശ്വാസോച്ഛ്വാസം എപ്പോഴും നിലക്കാം. അതുകൊണ്ട് ഈ മരണം ഏത് സമയത്തും കടന്നു വരാനുള്ളതാണ് എന്ന യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ജീവിതത്തെ നന്നാക്കി ശുദ്ധീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് നമ്മുടെ ബാധ്യത. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ആത്മാക്കളും മരണത്തിന്റെ രുചി അറിയുക തന്നെ ചെയ്യും. നാളെ എന്ന് നമ്മൾ പറയുമ്പോൾ, അല്ലെങ്കിൽ അല്പം കഴിഞ്ഞ് നമുക്ക് കാണാമെന്ന് പറയുമ്പോൾ, ഞാൻ നാളെ വരാമെന്ന് പറയുമ്പോൾ അത് യാഥാർത്ഥ്യമാകുമോ എന്ന് നമുക്കൊരിക്കലും പ്രതീക്ഷിക്കുക സാധ്യമല്ല. ഏത് നിമിഷവും ജീവിതത്തിലെ അവസാന നിമിഷമായി തീരാം. മരണത്തിന്റെ കവാടത്തിലൂടെ ഏത് സന്ദർഭത്തിലും നമുക്ക് കടന്നു പോകേണ്ടി വരാം. ആ യാത്ര സന്തോഷകരമാകാൻ ഏത് നിമിഷവും അവസാന നിമിഷമാകാം എന്നതുകൊണ്ട് അവസാനത്തെ നിമിഷം നന്നായി തീരാൻ സുഹൃതങ്ങൾ ചെയ്തുകൊണ്ട്, ഒരു മനുഷ്യനെയും വേദനിപ്പിക്കാതെ, ഒരക്രമവും ചെയ്യാതെ, ഒരു നിലക്കുള്ള തിന്മക്കും തയ്യാറായി തീരാതെ മാതൃകാപരമായൊരു ജീവിതം, അതാണ് ലോകനാഥൻ, ലോകത്തിന്റെ സൃഷ്ടാവ് മനുഷ്യരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ഇവിടെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇസ്ലാം എന്ന ആശയം, സമർപ്പണത്തിന്റെ സന്ദേശം, ചൂഷണമുക്തമായ ഏകദൈവ വിശ്വാസം, ഈ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് അവിടെ നിർബന്ധം ആവശ്യമില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ല, മതത്തിൽ നിർബന്ധമില്ല. ഇന്ന് നമ്മൾ പലപ്പോഴും ആരോപണം കേൾക്കുന്ന പോലെ നിർബന്ധ മതപരിവർത്തനം എന്നത് ഇസ്ലാമിന് പരിചയമില്ലാത്ത കാര്യമാണ്. കാരണം ഇത് വിശ്വാസ കേന്ദ്രീകൃതമാണ്. ഈ വിശ്വാസം ഒരാളെ ആയുധം കാണിച്ച്, വാള് കാണിച്ച്, തോക്ക് കാണിച്ച് വിശ്വസിക്കടാ, മാപ്പിളയാകടാ എന്ന് പറഞ്ഞാൽ സാധ്യമാകുന്ന ഒന്നല്ല. കാരണം മനുഷ്യന്റെ ബുദ്ധിയോടാണ് ഈ ആദർശം സംസാരിക്കുന്നത്. ഇത് വിശ്വാസ കേന്ദ്രീകൃതമാണ്. അതുകൊണ്ട് തന്നെ നിർബന്ധത്തിന് അവിടെ പ്രസക്തിയില്ല. അതോടൊപ്പം അള്ളാഹുവിനല്ലാതെ ആരാധിക്കാൻ പാടില്ല, അവനോടല്ലാതെ നേർച്ചകളും വഴിപാടുകളും അവന്റെ മുമ്പിലല്ലാതെ സമർപ്പിക്കാൻ പാടില്ല എന്ന കൃത്യമായ ഏകദൈവ വിശ്വാസം പഠിപ്പിച്ച വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു പറഞ്ഞു, വലാ തസുബ്ബുൽ ലദീന യദ്ഊന മിൻ ദൂനില്ലാ ഫയസുബ്ബുല്ലാഹ അദ്വൻ ബിഗൈരി ഇൽമ്. അള്ളാഹുവിന് പുറമെ മറ്റുള്ളവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ ചീത്ത വിളിക്കാൻ പാടില്ല. ഇതര മതസ്ഥരുടെ ആരാധ്യ വസ്തുക്കളെ ചീത്ത വിളിക്കരുത്. അവരുടെ ആരാധനാ കേന്ദ്രങ്ങളെ
നശിപ്പിച്ചു കളയരുത്. അവരുടെ നേരെ ബഹുമാനം വെച്ചു പുലർത്തണം. ഏറ്റവും ഉദാത്തമായ പെരുമാറ്റ രീതികളാകണം അന്യമതസ്ഥരുടെ നേരെ വെച്ചു പുലർത്തേണ്ടത് എന്നത് വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഇത് പറയുമ്പോൾ ആ ഖുർആനിൽ അന്യമതസ്ഥരെ കൊല്ലാനുള്ള ആഹ്വാനമില്ലേ, ആ ഖുർആനിൽ അന്യമതസ്ഥരുടെ നേരെ വാളെടുക്കാനുള്ള ആഹ്വാനമില്ലേ എന്ന നിലക്കുള്ള തെറ്റിദ്ധാരണകളാണ് പരത്താൻ പലരും ശ്രമിക്കാറുള്ളത്. വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് പ്രവാചകന്റെ ജീവിതത്തിലെ 23 വർഷക്കാലത്തെ വ്യത്യസ്ത സന്ദർഭങ്ങളിലാണ്. ആ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ശത്രുക്കളുമായി ഏറ്റുമുട്ടേണ്ടി വരുന്ന ഘട്ടങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ട ആ സന്ദർഭത്തിൽ സ്വീകരിക്കേണ്ടുന്ന നിലപാടുകളുമായി ബന്ധപ്പെട്ട വചനങ്ങളെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തിട്ട് ഈ വിശ്വാസം സ്വീകരിക്കാത്തവനെ മുഴുവൻ കൊന്നുകളയണം എന്നാണ് ഈ ഗ്രന്ഥം പറയുന്നത്. അതുകൊണ്ട് ലോകത്ത് നടക്കുന്ന മുഴുവൻ കലാപത്തിന്റെയും കാരണം 6-ാം നൂറ്റാണ്ടിലെ ഒരു കിതാബാണ് എന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വർഗീയ വിഷം വമിപ്പിക്കാൻ ഇന്ന് പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരോടൊക്കെ വിനയത്തോടുകൂടി നമുക്കൊന്നേ പറയാനുള്ളൂ. നൂറ്റാണ്ടുകൾ, സഹസ്രാബ്ദങ്ങൾ ഈ ആശയം ലോകത്തിന്റെ മുമ്പിൽ നിലനിൽക്കുന്നു. ഇതിനെ തച്ചുകെടുത്താനും നശിപ്പിക്കാനും ഊതിക്കെടുത്താനും പലരും ശ്രമിച്ചു പോന്നിട്ടുണ്ട്. പക്ഷേ ഇന്നും പഠനങ്ങൾ വ്യക്തമാക്കുന്നു, ലോകത്തെ ഏറ്റവും കൂടുതൽ വേഗതയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന മതം ഇസ്ലാമാണ് എന്നത്. എന്തുകൊണ്ടാണത്? അതൊരു പ്രപഞ്ച സത്യമാണ്. സൂര്യപ്രകാശം പോലെ, പച്ചവെള്ളം പോലെ ലളിതമായ ആശയം. ചിന്തിക്കുന്ന മനുഷ്യർ എന്ന് ഭൂലോകത്തുണ്ടോ അന്നൊക്കെ ഇസ്ലാം വളർന്നുകൊണ്ടേയിരിക്കും. ഈ കാലാതിവർത്തിയായ ആശയത്തിലേക്ക് ആളുകൾ വന്നുകൊണ്ടേയിരിക്കും. ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പഠിപ്പിക്കുന്ന, മരണശേഷം രക്ഷയുടെ ശിക്ഷയുടെ ലോകമുണ്ട് എന്ന് പഠിപ്പിക്കുന്ന, ഭാര്യയോട് നന്മ പ്രവർത്തിക്കണമെന്ന് പഠിപ്പിക്കുന്ന, ഭർത്താവിനെ ആദരിക്കണമെന്ന് പഠിപ്പിക്കുന്ന, അയൽവാസിയുടെ പട്ടിണി മാറ്റണമെന്ന് പഠിപ്പിക്കുന്ന, അന്യന്റെ നേരെ ആയുധം ചൂണ്ടരുത് എന്ന് പഠിപ്പിക്കുന്ന, അഗതിയുടെ അനാഥന്റെ തലോടലുകൾ നടത്തണം, അവന്റെ എരിയുന്ന വയറിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് പഠിപ്പിക്കുന്ന, നിന്റെ സമ്പത്തിന്റെ 2.5% പാവപ്പെട്ടവന്റെ അവകാശമാണ് എന്ന് പഠിപ്പിക്കുന്ന, പലിശ വാങ്ങരുത് എന്ന് പഠിപ്പിക്കുന്ന, ചൂഷണം അരുത് എന്ന് പഠിപ്പിക്കുന്ന, ബലാത്സംഗം അരുത് എന്ന് പഠിപ്പിക്കുന്ന, കൊലപാതകം അരുത് എന്ന് പഠിപ്പിക്കുന്ന ഈ മതം എന്നും തല ഉയർത്തി ലോകത്തിന്റെ മുമ്പിൽ നിൽക്കും. അതുകൊണ്ട് സംശുദ്ധമായ ഈ ഏകദൈവ സിദ്ധാന്തത്തെ, ചൂഷണമുക്തമായ, ജാറമില്ലാത്ത പെട്ടിയില്ലാത്ത, പെട്ടി വരവില്ലാത്ത, കഴുത്തറുക്കുന്ന പണ്ഡിതന്മാരുടെ, ചൂഷകന്മാരുടെ ചൂഷണമില്ലാത്ത ഈ ഏകദൈവ വിശ്വാസത്തിലേക്ക്, ഈ സംശുദ്ധമായ മാർഗത്തിലേക്ക് മുഴുവൻ സഹോദരങ്ങളുടെയും ശ്രദ്ധയെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ മതേതര രാജ്യത്ത് ജീവിക്കുമ്പോൾ നമ്മൾ നിർവഹിക്കേണ്ടുന്ന മഹത്തായ ഒരു ദൗത്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർക്കും തൻ്റെ വിശ്വാസ പ്രമാണം നിലനിർത്തിക്കൊണ്ട് ജീവിക്കാൻ സാധ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. ഒരുപാട് പുഷ്പങ്ങളുള്ള, വ്യത്യസ്ത ഗന്ധങ്ങളുള്ള പുഷ്പങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പൂവാടി പോലെ മനോഹരമാണ് ഇന്ത്യ രാജ്യം. ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് പിന്നിൽ ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യരുടെയും ചോരയുണ്ട്, നീരുണ്ട്, വിയർപ്പുണ്ട്. ഈ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് പിന്നിൽ ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യരുടെയും പങ്കാളിത്തമുണ്ട്. ഇനിയും അങ്ങനെ തന്നെയാകണം. അതുകൊണ്ട് ഇവിടെ ഒരു ഏകശിലാ സങ്കല്പം ഉണ്ടാക്കിയെടുക്കാൻ, വർഗീയതയുടെ വിത്തുപാകിയിട്ട് വിഭജനത്തിന്റെ കൃഷി ഇറക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുവെങ്കിൽ അവർ തകർക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യയാണ്, നമ്മുടെ നാടിന്റെ സമാധാനത്തെയാണ്. നമുക്കറിയാം, ഇവിടുത്തെ ഏതൊരു മനുഷ്യനും വീട് പൂട്ടിപ്പോകുമ്പോൾ താക്കോൽ ഏൽപ്പിക്കുക അയൽവാസിയാകും. അത് മുസ്ലിമായ ഞാൻ എൻ്റെ താക്കോൽ ഏൽപ്പിക്കുന്നത് എൻ്റെ അയൽവാസിയായിരിക്കുന്ന കൃഷ്ണേട്ടൻ്റെ വീട്ടിലായിത്തീരും. അതാണ് കേരളത്തിൻ്റെ ഒരു നഖചിത്രം എന്ന് പറയുന്നത്. ആ നിലക്കുള്ള സാഹോദര്യം നിലനിൽക്കുമ്പോഴേ തൻ്റെ വിശ്വാസ പ്രമാണത്തെ മുറുകെ പിടിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സ്വന്തം വിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കുന്നതോടൊപ്പം നാടിനെ തകർക്കുന്ന വർഗീയതക്കും വിഭാഗീയതക്കും എതിരായ ഒന്നിച്ചുള്ള പോരാട്ടത്തിനും കാലം നമ്മോട് ആവശ്യപ്പെടുകയാണ്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന പ്രസ്ഥാനം ഈ കാര്യങ്ങളിലൊക്കെ തന്നെ, ഈ നന്മകളിലൊക്കെ തന്നെ മുന്നിൽ നിൽക്കാൻ സന്നദ്ധമായി തീർന്നിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ ആധുനികമായ കാലഘട്ടത്തിലെ പ്രസക്തിയെ സംബന്ധിച്ച്, വിശ്വാസപരമായ മേഖലകളിലെ അതിൻ്റെ ഏകത്വത്തെ സംബന്ധിച്ച്, ആ രംഗത്തുയരുന്ന വിമർശനങ്ങളെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് വിശദമായി മഗ്രിബിന് ശേഷം ബഹുമാന്യനായ ഫൈസൽ മൗലവി ഇവിടെ സംസാരിക്കുന്നതാണ്. മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ ശേഷം എല്ലാവരും വീണ്ടും ഈ പ്രോഗ്രാമിലേക്ക് എത്തിച്ചേരണമെന്ന വിനയത്തോടുകൂടി ആവശ്യപ്പെട്ടുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. സത്യം സത്യമായി ഉൾക്കൊള്ളാൻ, ആ സത്യത്തെ മുറുകെ പിടിച്ച് ജീവിതത്തെ ധർമ്മനിഷ്ഠമായി മുന്നോട്ട് കൊണ്ടുപോയി അവസാനം ഏകനായ നാഥന്റെ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചു മരിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലൻ നബിയ്യി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.